മതസൗഹാർദ്ദത്തിന്റെ സ്നേഹവിരുന്നിനായി ഒടുവിൽ ജുമാ മസ്ജിദ് അംഗങ്ങൾ പുത്തികെ ഹിന്ദു തറവാട്ടിലെത്തി. തറവാട്ടിൽ നടക്കുന്ന പുനഃപ്രതിഷ്ഠയുടെയും ബ്രഹ്മകലശത്തിന്റെയും ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ തറവാട്ടുകാരുടെ ക്ഷണനം സ്വീകരിച്ചാണ് മസ്ജിദ് അംഗങ്ങൾ എത്തിയത്. മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുമ്പോൾ കാലങ്ങളായുള്ള സൌഹാർദ്ദം ഈ നാടിന്റെ പ്രത്യേകതയാണ്. മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്നവരും വർഗീയ ചിന്തകൾക്ക് മൂർച്ച കൂട്ടുന്നവരും പുത്തികയിലെ ഈ കാഴ്ചയൊന്ന് കാണണം. പുത്തികയിലെ പ്രസിദ്ധമായ പുത്തിക ഗുത്തു എന്ന ഹിന്ദു തറവാട്ടിൽ 35 വർഷത്തിനു ശേഷം പുനഃപ്രതിഷ്ഠയുടെയും ബ്രഹ്മകലശത്തിന്റെയും പ്രധാന ചടങ്ങുകൾ നടക്കുകയാണ്. വാദ്യമേളങ്ങളും ആളാരവങ്ങളും കൊണ്ട് ധന്യമായ തറവാട്ടിലേക്ക് മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതി തൊട്ടടുത്തുള്ള പുത്തിക ജുമാ മസ്ജിദ് സംഘം എത്തി. പ്രത്യേകം സജ്ജമാക്കിയ ഇരിപ്പിടത്തിൽ ഇരുത്തി തറവാട്ടംഗങ്ങൾ വന്നവരോട് സ്നേഹാന്വേഷണം നടത്തി. കാലങ്ങളായി പള്ളിയിലും തറവാട്ടിലും നടക്കുന്ന ചടങ്ങുകൾ രണ്ട് മതസ്ഥരുടെയും ആഘോഷങ്ങളാണ്. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മതസന്ദേശമാണ് ഈ നാടിന്റെ പ്രത്യേകതയെന്ന് ജുമാ മസ്ജിദ് ഭാരവാഹികൾ പറയുന്നു. വളരെയേറെ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഈ സമയത്ത് കാസർഗോഡ് ജില്ലയിൽ നമുക്ക് കാണുന്ന സംഭവിക്കാൻ പാടില്ലാത്ത പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്കറിയാം. അത് മതസൗഹാർദ്ദത്തിന് തടസ്സമായി നിൽക്കുന്നു. ഞങ്ങളുടെ പുത്തിക പഞ്ചായത്തിൽ ഒരിക്കൽ പോലും അത്തരം സംഘർഷങ്ങളോ സംഘർഷാവസ്ഥയോ ഉണ്ടായിട്ടില്ല. അത് വീണ്ടും തുടരണം. പഴയ കാലഘട്ടങ്ങളിൽ എന്ന പോലെ തന്നെ ഇനിയും ദീർഘകാലം തുടരണം എന്ന ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. ഇരു മതസ്ഥരും തമ്മിലുള്ള ഈ സ്നേഹബന്ധം എല്ലാ കാലത്തും നിലനിൽക്കണമെന്നാണ് തറവാട്ടംഗങ്ങളും പറയുന്നത്. അമ്പലത്തിൽ ഇപ്പോൾ ഉത്സവം നടക്കുന്ന ഊർ ഞങ്ങൾക്ക് സഹകരിക്കും, ഞങ്ങൾ ക്ഷണിക്കും, ഞങ്ങൾ അങ്ങോട്ട് പോകും. അതേപോലെ തന്നെ പള്ളിയിൽ എന്തായാലും ഇവിടെ നടക്കുമ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചടങ്ങ് നടക്കുമ്പോൾ നമ്മളെ വിളിക്കൂ. അപ്പോൾ ഞങ്ങൾ സഹയിൽ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ സഹകരിക്കും. നമ്മൾ എപ്പോഴും അതിൽ ബന്ധപ്പെടും. ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ നടന്നിട്ട് പോകും. ഇവിടെ പിന്നെ ഇവിടെ ഇരിക്കുന്ന ഈ തറവാട് വീട്ടിലേക്ക് മറ്റേ അടുത്തിരിക്കുന്ന ജുമാ മസ്ജിദ് നല്ല അടുത്ത ബന്ധമുണ്ട്. തന്നെ ഓരോ ഇങ്ങോട്ട് വന്നത് ഞമ്മ അങ്ങോട്ട് പോകുന്നില്ല. കാലങ്ങളായിട്ട് നടന്നുകൊണ്ടുവന്ന ഇതാണ്. രാഷ്ട്രീയ മുതലെടുപ്പിനായി മതത്തെ ഉപയോഗപ്പെടുത്തുന്നവർ ഒരു ഭാഗത്ത് ആചാരങ്ങളുടെ പേരിൽ മനുഷ്യ മനസ്സുകളിൽ കാലുഷ്യം നിറക്കുമ്പോഴും ഇത്തരം സ്നേഹത്തുരുത്തുകൾ പ്രതീക്ഷയേകുന്നുണ്ട്. പരസ്പരം തിരിച്ചറിയുക എന്ന മതങ്ങളുടെ ഉദാത്ത ലക്ഷ്യത്തെ തലമുറകളിലൂടെ സാക്ഷാത്കരിക്കുന്ന ഇത്തരം പുണ്യമുഹൂർത്തങ്ങൾ ഇനിയും തുടരുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് KCN.